സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു മരണവാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പ്രമുഖ സിനിമാ നടൻ സന്തോഷ് നായർ വാഹനാപകടത്തിൽ മരിച്ചു. ചികിത്സയിലിരിക്കെ സന്തോഷ് നായർക്ക് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. പത്തനംതിട്ട ഏനാത്ത് വെച്ചായിരുന്നു കാർ അപകടത്തിൽപ്പെട്ടത്. സന്തോഷ് നായർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഭാര്യ ശുഭശ്രീക്കും ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന മോഹിനിയാട്ടമാണ് ഏറ്റവും അവസാനമായി അദ്ദേഹം അഭിനയിച്ച സിനിമ. നായകനായും സഹനടനായും വില്ലനായും 100ഓളം സിനിമകളിൽ സന്തോഷ് നായർ അഭിനയിച്ചിട്ടുണ്ട്. രാവിലെ 6:30യോടെയാണ് അപകടം സംഭവിക്കുന്നത്. നടൻ സന്തോഷ് നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇന്നോവ കാറിലാണ് ഇവർ സഞ്ചരിച്ചത്. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു. നിയന്ത്രണം തെറ്റി എതിരെ വന്ന ലോറിയിൽ ഇടിച്ചു എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. കാർ ഓടിച്ചത് സന്തോഷ് തന്നെയാണ്. അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഭാര്യയുടെ പരിക്ക് ഗുരുതരമല്ല. 8 മണിയോടെയാണ് സന്തോഷ് നായർ 100ലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം MG കോളേജിൽ പഠിക്കുന്ന കാലത്ത് നടൻ മോഹൻലാലിൻ്റെ ജൂനിയർ ആയിരുന്നു ഇദ്ദേഹം. ഏറ്റവും ഒടുവിലായി സൈജു കുറുപ്പ് ചിത്രം മോഹിനിയാട്ടത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നു. 1982 പുറത്തിറങ്ങിയ ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് നടൻ സന്തോഷ് നായർ സിനിമാ രംഗത്തേക്ക് എത്തിയത്. പ്രദർശനം തുടരുന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മോഹിനിയാട്ടമാണ് അദ്ദേഹം ഏറ്റവും അവസാനമായി അഭിനയിച്ചിരിക്കുന്ന ചിത്രം. 1960 നവംബർ 12 തിരുവനന്തപുരത്ത് CN കേശവൻ നായരുടെയും P രാജലക്ഷ്മി അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇപ്പോൾ നിരവധി പേരാണ് നടൻ സന്തോഷ് നായരുടെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കും. മലയാള സിനിമാ ലോകത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് നടൻ സന്തോഷ് നായരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം. അദ്ദേഹത്തിൻ്റെ മരണവാർത്തയറിഞ്ഞ് സിനിമാ ലോകമാകെ ഞെട്ടിയിരിക്കുകയാണ്. നിരവധി താരങ്ങളാണ് അതുപോലെ ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്.